നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ദിനമാണ്. ഇന്നും ഇന്നലെയുമായി OTT റിലീസ് ചെയ്ത ചിത്രങ്ങളെയും ഇനി ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെയും കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഇന്നും ഇന്നലെയുമായി OTT റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. ഗുഡ് ബൈ ജൂൺ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം ഇന്നലെ ഡിസംബർ 24-ന് നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രം ഒരു ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. അടുത്തത് ഒരു തമിഴ് ഫീൽ ഗുഡ് മൂവിയാണ്. മികച്ച അഭിപ്രായങ്ങളൊക്കെ ലഭിച്ചിരുന്നുവെങ്കിലും തിയേറ്ററിൽ വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചില്ല. മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം ഇപ്പോൾ C5-ലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. നിധിയും ഭൂതവും എന്നാണ് ചിത്രത്തിന്റെ പേര്. പുതുമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ഇറക്കിയ ചിത്രം വലിയ പരാജയമാണ് തിയേറ്ററിൽ സൃഷ്ടിച്ചത്. ഇപ്പോൾ OTT റിലീസിൽ ഒരുങ്ങിയിരിക്കുകയാണ് ചിത്രം. സൺനെക്സ്റ്റ് ആപ്പിൽ ഇപ്പോൾ ചിത്രം ലഭ്യമാണ്. പക്ഷെ OTT റിലീസ് വന്നപ്പോഴും ചിത്രത്തിന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തമിഴ് ആക്ഷൻ മൂവിയായ രജനി ഗ്യാങ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം ആമസോൺ പ്രൈമിൽ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതൊരു ഹിന്ദി ഡ്രാമ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ലൊഹാർ തഹ എന്നാണ് ചിത്രത്തിന്റെ പേര്. 2023-ൽ തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രം 2 വർഷങ്ങൾക്ക് ശേഷം 2025 ഡിസംബർ 25-നാണ് റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. അടുത്തത് വീണ്ടും ഒരു ആക്ഷൻ റൊമാൻറ്റിക് ചിത്രവുമായാണ് എത്തുന്നത്. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം ഭാഷകളിൽ OTT റിലീസ് ചെയ്ത ചിത്രത്തിന്റെ പേര് ആന്ധ്ര കിങ് താലൂക്ക എന്നാണ്. ചിത്രം ഇന്ന് ഡിസംബർ 25 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്തു തുടങ്ങി. അടുത്തത് വീണ്ടും ഒരു തമിഴ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയ കീർത്തി സുരേഷ് നായികയായി എത്തിയ റിവോൾവർ റിറ്റ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രം ഡിസംബർ 26-ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യും. ഇതൊരു മാസ് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. മലയാളം, കന്നഡ, തെലുങ്കു ഭാഷകളിൽ ചിത്രം ലഭിക്കുന്നതാണ്. അടുത്തത് വീണ്ടും ഒരു തമിഴ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. കെവിൻ നായകനായി എത്തിയ മാസ്ക് എന്ന ചിത്രം ഡിസംബർ 26-ന് C5-ൽ റിലീസ് ചെയ്യും. ഇതുവരെ പറഞ്ഞ ചിത്രങ്ങളെ കൂടാതെ ചില സർപ്രൈസ് OTT റിലീസുകൾ ഇന്ന് ക്രിസ്മസ് ദിനമായതിനാൽ ഉണ്ടാകുമെന്നാണ് വരുന്ന റിപ്പോർട്ട്. ഷൈനികൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ബൾട്ടി, എക്കോ, പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് എത്തിയിട്ടുള്ള വിലായത്ത് ബുദ്ധ, മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്നീ ചിത്രങ്ങൾ സർപ്രൈസ് OTT റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ആഴ്ച ഈ ചിത്രങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം.